എടാ ചക്രവർത്തി, നീ എന്നോട് ചോദിച്ചില്ലേ അർജുനെയും ഗൗരിയും നമ്മൾ എങ്ങനെ അകത്തുവന്ന്? അതിനുള്ള സമയമായടാ. എങ്ങനെ? മുറിയിൽ രാഹുൽ ഇരിപ്പുണ്ട്, മനസ്സ് മുഴുവൻ അർജുനോടുള്ള അസൂയയും ദേഷ്യവും പകയുമായിട്ട്. ഇതാണ് ഞാൻ കാത്തിരുന്ന നിമിഷം. ഇപ്പൊ നമ്മളൊന്ന് ബുദ്ധിപൂർവ്വം കളിച്ച അവരെ ശത്രുക്കളാക്കുന്നതോടൊപ്പം പരസ്പരം മത്സരിപ്പിക്കുകയും ചെയ്യാം. അതായത് മച്ചാറായിട്ടൊന്ന് ഒഴിവാക്കിയെടുക്കാന്ന്. അതെങ്ങനെ? നീ അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട് വന്നേ. വെറുതെ പിള്ളേർ ഓരോന്ന് എഴുതി വെച്ചിരിക്കുക. എന്ത്? നീ വന്നേ. ഒന്നുമില്ലെന്നേ, നീ വാ പോവാ. എന്താ എഴുതി വെച്ചിരിക്കുന്ന നോക്കട്ടെ. എടാ അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. നിന്റെ ഐറ്റമായ 400 മീറ്ററിൽ നിന്ന് അർജുൻ പിൻവാങ്ങിയത് നീ ഗൗരിയെ കൊണ്ട് പറയിച്ചിട്ടാണോ? ഞാനോ? ഗൗരിയെ കൊണ്ടോ? അങ്ങനെയൊക്കെ അവിടെ എഴുതിയിരിക്കുന്നേ. നെവർ മൈൻഡ്, വാടാ പോവാ. വന്നേ ചെല്ല്. സഹോദരനെ രക്ഷിക്കാൻ സഹോദരിയുടെ പരാക്രമം. രാഹുൽ, രാഹുൽ ഞാൻ പറയുന്നത് രാഹുൽ. ഞാൻ കേട്ടത് നേരാണോ? ഞാൻ കേട്ടത് നേരാണോന്ന്? എന്ത്? നീ പറഞ്ഞിട്ടാണ് അർജുൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയത്? അത് ഏട്ടാ, ഐ വാണ്ട് ആൻ ആൻസർ. യെസ് ഓർ നോ? എന്റെ അനിയത്തിയായി പോയല്ലോ നീ. എല്ലാവരുടെ മുന്നിൽ എന്നെ ഒരു ഭീരുവാക്കിയില്ലേ? നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി? രാഹുൽ, അത് പിന്നെ ഞാൻ none of your business. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ Shut your bloody mouth. നിനക്കെന്താ ഇവിടെ കാര്യം? അവനെന്ത് തെറ്റേട്ടാ നീ അവന്റെ മെക്കിട്ട് കയറുന്നത്? മതിയാസാനെ ആംഗളം ബംഗ്ലോയിലെ നാടകങ്ങളെയൊക്കെ ചുണയുണ്ടെങ്കിൽ അജയ് മത്സരിച്ചേക്ക്. അതെ, ഈ പരാക്രമമൊക്കെ മത്സരത്തിൽ കാണിക്കും. അത് തന്നെ ചെയ്യാൻ പോകുന്നത്. 400 മീറ്ററിൽ ഇവനെ ഞാൻ തോൽപ്പിച്ചിരിക്കും. എന്റെ പെങ്ങള് പറഞ്ഞ കാര്യമായി എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ഞാൻ തെളിയിക്കും. തോറ്റാലോ? നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്യും. മറിച്ചായാൽ ഇവൻ ചെയ്യണം. ഗൗരി വിഷമിക്കണ്ട, അവന്റെ ഒരു ദേഷ്യത്തിന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാം ശരിയാവും. വിൽ ബി ഓൾ റൈറ്റ്. മച്ചേ സമ്മതിച്ചു മച്ചാ. മച്ചാൻ പണി പറ്റിച്ച് കളഞ്ഞല്ലോ. ഇനി എന്താ പരിപാടി? അവര് മത്സരിക്കും, രാഹുൽ ജയിക്കും. രാഹുൽ പറയുന്ന അർജുൻ അനുസരിക്കും. അതായത് അർജുനോട് കോളേജ് വിട്ടു പോകാൻ രാഹുലിനെ കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് വേണം മച്ചാക്ക് ഗൗരിയെ സ്വൈര്യമായിട്ടൊന്ന് പ്രേമിക്കാൻ, അല്ലേ? പേടിക്കണ്ട, എല്ലാം ശരിയാവും. നീ കാണിച്ചത് ഒട്ടും ശരിയായില്ല. ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിനക്ക് സങ്കടം പറയാൻ. അവനോ ഒറ്റയ്ക്കിരുന്ന് എന്റെ കുഞ്ഞിപ്പോ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ തന്നെ ആരായി അർജുൻ? എങ്ങാണ്ടും കിടന്നിരുന്ന അവന് വേണ്ടി നിങ്ങൾ എന്തിനാ വഴക്കിടുന്നത്? എന്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ അടിച്ചവന്റെ കാലൊടിച്ചേനെ. കാലുണ്ടെങ്കിലേ ഓടത്തുള്ളൂ. ബെസ്റ്റ് പ്ലെയറും ക്യാപ്റ്റനും ഒക്കെയാണ് ഗൗരി. ആ കുട്ടി ഈ സമയത്ത് ഇങ്ങനെ മാറിക്കളഞ്ഞാലോ? ഇനി 10-12 ദിവസങ്ങളല്ലേ ഉള്ളൂ. ഇങ്ങനെ സില്ലിയായ കാര്യങ്ങളുടെ മേൽ ഗൗരി വരാതിരുന്നാൽ കോളേജിനുണ്ടാവുന്ന നഷ്ടത്തെ പറ്റി തനിക്ക് അറിയാവുന്നതല്ലേ? താൻ എന്താ ഒന്നും മിണ്ടാത്ത്? തനിക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഗൗരിയെ വിളിച്ചോണ്ട് വരാം. രാഹുൽ വരണമെന്നില്ല. വേണ്ട സർ, ഞാൻ പറഞ്ഞിട്ടല്ല അവള് പോയത്. പക്ഷെ അവള് വരും.
അവൾ എന്റെ അനിയത്തിയാണെങ്കിൽ ആരും വിളിക്കാതെ തന്നെ വരും. പപ്പ, എല്ലാരും പറയുന്നു ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന്. മോൾ എന്തുകൊണ്ടാ ഇത്രയും വിഷമിക്കുന്നതെന്ന് പപ്പയ്ക്കറിയാം. അർജുന്റെ അനിയന്റെ കാര്യം അറിയാവുന്നതുകൊണ്ടല്ലേ. എനിക്ക് വേണമെങ്കിൽ രാഹുലിനോട് ഇതേപ്പറ്റി പറഞ്ഞ് അവനെ ഈ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കാം. പക്ഷെ ഞാനങ്ങനെ പറയും. നിനക്കും അറിയാവുന്നതല്ലേ, രാഹുലിന്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ ആ റെക്കോർഡ്. അവര് മത്സരിക്കട്ടെ, കഴിവുള്ള ആൾ ജയിക്കട്ടെ. പിന്നെ ആര് ജയിച്ചാലും ആ വിജയം മോളുടെ കോളേജിലല്ലേ. അതല്ലേ ശരിയായ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേ? പപ്പ പറഞ്ഞത് മോക്ക് മനസ്സിലായി കാണുമല്ലോ. അർജുൻ, ഒരു ലെറ്റർ ഉണ്ട്. ഏട്ടന് കഴിഞ്ഞ ആഴ്ചയും ഏട്ടന്റെ കത്ത് കാണാഞ്ഞിട്ട് അമ്മയ്ക്ക് വലിയ വിഷമമായിരുന്നു. മത്സരം അടുത്ത് വരികയല്ലേ. പ്രാക്ടീസിന്റെ തിരക്ക് കാരണം കത്ത് എഴുതാനൊന്നും ഏട്ടന് സമയം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. സാരമില്ല, ഞാൻ അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. ഏട്ടാ, സ്പോർട്സ് കൗൺസിലിൽ നിന്നും നമുക്ക് അനുകൂലമായ ലെറ്റർ വന്നു. ഏപ്രിൽ മാസത്തിൽ തന്നെ ചികിത്സയ്ക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഏട്ടന് സന്തോഷമായില്ലേ? ഏട്ടന്റെ ആഗ്രഹം പോലെ പങ്കെടുക്കുന്ന എല്ലാ ഐറ്റങ്ങളിലും ഒന്നാമനായി എന്റെ ഏട്ടൻ ചാമ്പ്യനാകും. ആ വിജയം ഞങ്ങൾ ഇവിടെ ഇരുന്ന് കണ്ടോളാം. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഏട്ടനോടൊപ്പം ഉണ്ടാകും. എന്റെ ഏട്ടനെ തോൽപ്പിക്കാൻ ഒരാൾക്കേ കഴിയൂ, ഏട്ടന് മാത്രം. മീറ്ററിൽ അർജുനെ തോൽപ്പിക്കാൻ രാഹുലിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര വലുതാ അവന്റെ ലക്ഷ്യം. ആകെ പ്രശ്നം തോന്നണേ. അവര് കട്ടക്കാട്ടെ രണ്ടുപേരും ഒരേ സമയം ഫിനിഷ് ചെയ്യണേ. കുഞ്ഞാവറ സാറ് പറയുന്നത് നല്ല സ്റ്റാർട്ട് കിട്ടുന്നവർ ജയിക്കുന്ന. അപ്പോ അർജുന്റെ സ്റ്റാർട്ടിംഗ് പിഴയ്ക്കണം. അവന്റെ തുടക്കം പിഴച്ചാ പിന്നെ രാഹുലിന് ജയിക്കാൻ എളുപ്പമാണ്. സോ മത്സരത്തിന് മുമ്പ് അർജുനെ മാനസികമായി തളർത്തിയിരിക്കണം. അത് നടക്കും വെച്ചാ. യെസ്, ഹിയർ സ്റ്റാർട്സ് ദ കൗണ്ട് ഡൗൺ. ഗുഡ് മോർണിംഗ് സാർ. ഏയ്, എന്താ വെറും മോർണിംഗ്? ഗുഡ് ഇല്ലേ? അതെങ്ങനെ സാറിന്റെ ബാഡ് മോർണിംഗ് തുടങ്ങുകയല്ലേ? ഐ ഫോർഗെറ്റ് ഇറ്റ് മാൻ. സി, ഈ ഡൂക്ലി പിള്ളേരല്ലാതെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആരുമില്ലേ ഞങ്ങളോട് മത്സരിക്കാൻ? ഞാനിവിടെയൊക്കെ ഉണ്ടേ. ഞാനും. ആരാവൻ? സെബാസ്റ്റ്യൻ, കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യനാ. അതിന്റെ അഹങ്കാരം. പങ്കെടുത്ത ഒരൈറ്റത്തിനും അവനിതുവരെ തോറ്റിട്ടില്ല. നമുക്ക് എന്താണ് പറ്റിയത് കുഞ്ഞവറ? ഇങ്ങനെയൊരു തിരിച്ചടി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. സാറ് വിഷമിക്കരുത്. 4-5 ഐറ്റങ്ങൾ ഇനിയും ബാക്കിയുണ്ടല്ലോ. എനിക്കുറപ്പാ നമ്മുടെ കുട്ടികൾ ഗെയിംസിൽ തോക്കില്ല.
കോളേജ് വളരെ മുമ്പിലാണ്. Well done, my boys. Well done. ഇതുവരെ ജയിക്കാതിരുന്ന ഗെയിംസ് നമ്മൾ നേടി. ഇനി അത്ലറ്റിക്സ് നത്തിങ് ടു വറി. ഈ കപ്പ് നമുക്ക് സ്വന്തം. Yes, we are the best. എല്ലാ വർഷവും ഗെയിംസിലെങ്കിലും നമ്മൾ ജയിക്കുന്ന. ഈ പ്രാവശ്യം അതും പോയി. സോ വാട്ട്? ഗെയിംസിൽ നേടാൻ കഴിയാഞ്ഞത് അത്ലറ്റിക്സിൽ നേടണം. 10 പോയിന്റ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അത് നേടാൻ ഇവർക്ക് കഴിയും. ആൻഡ് ഐ എം വെരി ഷുവർ അബൌട്ട് ഇറ്റ്. എന്താ കുഞ്ഞോറ? ഷുവർ സർ. അവർ ഗെയിംസ് തട്ടിയെടുത്തെങ്കിൽ നമ്മൾ അത്ലറ്റിക്സ് പിടിച്ചെടുത്തിരിക്കും. ആർ യു റെഡി? This is the third call for 100 meters final. അർജുന്റെ ആദ്യമായിട്ടാണ്. On your mark. Set. മീറ്ററിൽ ഞാനില്ലാതിരുന്ന അവന്റെ ഭാഗ്യം. പക്ഷേ 200 മീറ്ററിലും റിലേയിലും നിന്നോട് മത്സരിക്കാൻ അവനും ഉണ്ടാവും. So what? I am the best. This is the third call for 200 meters final. അവന് സെബാസ്റ്റ്യൻ RV കോളേജിന്റെ തുറപ്പ് ചീട്ട്. Hey, what happened, man? You are second, not first. Arjun, നിന്നേക്കാൾ 2 പോയിന്റ് മുന്നിലാണ്. I'm sorry, sir. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. I'm totally unfit. Hey, cheer up, man. Injected. ഇനി 800 മീറ്ററിലും റിലേയിലും നീ തന്നെ വിന്നർ. Understand?